ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയനാട് ജില്ലയിലെ പ്രാചീന ഗുഹയായിട്ടുള്ള നമ്മുടെ എടക്കൽ ഗുഹ അതൊന്ന് വിസിറ്റ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും എനിക്ക് ടിക്കറ്റ് ആയിട്ടില്ല. കാരണം അത്രയും ക്രൗഡുള്ള സമയത്താണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. ഇത്ര ലിമിറ്റഡ് നമ്പർ ഓഫ് പേഴ്സൺസ് അറ്റ് എ ടൈം ഇവിടെ എൻട്രി ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് മുന്നേ വന്നപ്പോൾ നമ്മൾ തിരിച്ചു പോയി, നമുക്ക് സങ്കടത്തോടെ നമ്മൾ തിരിച്ചു പോയതാണ്. അതിൻ്റെ വാശിക്ക് വീണ്ടും നമ്മൾ വയനാട് വന്നപ്പോൾ ഈ ഗുഹ കാണാൻ വേണ്ടി മാത്രം വന്നതാണ് കേട്ടോ. നമ്മുടെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയുള്ള അമ്പുകുത്തി മലയോട് ചേർന്നിട്ടാണ് ഈ സംഭവം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇതൊരു പ്രാചീന ഗുഹയാണ്, അഥവാ 1000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ കണ്ടെത്തിയ ഒരു ഗുഹയാണ് കേട്ടോ. ഇത് മനുഷ്യനിർമ്മിത ഗുഹയൊന്നുമല്ല, നമ്മൾ പ്രകൃതിയാൽ ഉണ്ടാക്കപ്പെട്ട ഗുഹയാണ്. ഇവിടെ നമ്മൾ തുടക്കം മുതൽ നമ്മൾ 1 കിലോമീറ്റർ നടന്നാൽ മാത്രമേ എൻട്രി ടിക്കറ്റിൻ്റെ അവിടെ എത്തുള്ളൂ കേട്ടോ. ഒരുപാട് തിരക്കുണ്ടായിരുന്നു. പിന്നെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗൂഗിൾ പേ, ഫോൺ പേ പറഞ്ഞ ഒരു സംഭവം അവിടെ വർക്ക് ചെയ്യില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കയ്യിൽ ക്യാഷ് കരുതണം. ക്യാഷിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്, അതേപോലെ തന്നെ നമുക്ക് വെള്ളം, സ്നാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കയ്യിൽ കരുതിക്കൊള്ളൂ. കാരണം ഇതിൻ്റെ മേലക്കണ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കിട്ടില്ല. കാരണം ഇത് വലിയൊരു ട്രക്കിംഗ് ആണ്. ഒരു ഗുഹ കണ്ട് തിരിച്ചു പോരൽ മാത്രമല്ല, ഒരു വലിയൊരു ട്രക്കിംഗ് കൂടിയാണ്. അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള വെള്ളം, ഫുഡ്, സ്നാക്സ് ഐറ്റംസ് എല്ലാം നിങ്ങൾ കൈ കരുതിക്കൊള്ളു കേട്ടോ. അതുപോലെ തന്നെ പ്രായമായവരെയും കുട്ടികളെയും കൊണ്ട് ഇവിടേക്ക് പോകാതിരിക്കാനാണ് ഏറ്റവും ബെറ്റർ. കാരണം അവർക്ക് ഇത്രയും വലിയൊരു ട്രക്കിംഗ് നടന്ന് കയറി തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ കയറുമ്പോൾ ശ്രദ്ധിക്കുക, ബ്രേക്ക് എടുത്ത് സാവധാനം കയറുക. ഒരൊറ്റ അടിക്ക് നിങ്ങൾ കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വേറെ കുറേ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് ബ്രേക്ക് എടുത്ത് ഘട്ടം ഘട്ടമായി കയറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ 2 ഗുഹകളാണുള്ളത്. ഇതാണ് ആദ്യത്തെ ഗുഹയിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ ഒരു പോലീസുകാരുണ്ട്, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികളായാലും വയസ്സായവരൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരൊക്കെ കൈ പിടിച്ച് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോലീസുകാരനൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇതാണ് ഫസ്റ്റ് ഗുഹ. ഈ ഫസ്റ്റ് ഗുഹയിലേക്കാണ് നമ്മളിപ്പോൾ എൻട്രി ചെയ്യാൻ പോകുന്നത്. പ്രധാനമായും ഈ ഗുഹകൾ കാണാനുള്ളത് എന്താ വെച്ചാൽ പഴയ കാലത്തെ ലിപികൾ, മൃഗത്തിൻ്റെ ചിത്രങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും അവർ കൊത്തി വെച്ചിട്ടുണ്ട് കല്ലുകൊണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ എത്തിയിട്ടുള്ള ആദ്യത്തെ ഗുഹ. ഇതിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഒരു ചെറിയ ചെറിയ പാലങ്ങളും അതുപോലെ ഏണികളെല്ലാം ഇവർ നമ്മുടെ ഗവൺമെൻറ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വലിയൊരു ഉപകാരമാണ്, അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ചെറിയ ചെറിയ പാലങ്ങളും അതുപോലെ സ്റ്റെപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കയറാൻ പറ്റും. അത് നല്ലൊരു ഉപകാരപ്പെട്ടു. എന്തായാലും ഇതാണ് നമ്മൾ കണ്ട ഫസ്റ്റ് ഗുഹ. ഫസ്റ്റ് ഗുഹയിൽ നമ്മൾ കയറി. ഇനിയിപ്പോൾ നമ്മൾ 2ാമത്തെ ഗുഹയിലേക്കാണ് പോകുന്നത്. 2ാമത്തെ ഗുഹയിലേക്ക് പോകുമ്പോൾ കുറച്ചധികം റിസ്ക്കാണ്. വലിയ ഏണികളാണ്. അത് നമ്മൾ 1 by 1 ആയിട്ട് നമുക്ക് കയറാൻ പറ്റുള്ളൂ. അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമേ നമ്മൾ ക്യൂ നിന്നിട്ട് കയറേണ്ട അവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും തിരക്കുണ്ടായിരുന്നു നമ്മൾ വന്ന സമയത്ത്. ഫൈനലി ഈ കണ്ട ഏണിയെല്ലാം കയറി നമ്മൾ 2ാമത്തെ ഗുഹയിൽ എത്തിയിട്ടുണ്ടോ. 2ാമത്തെ ഗുഹ നമ്മൾ മുകളിലേക്ക് കയറേണ്ട ആവശ്യമില്ല. ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ താഴേക്ക് ഒരു ഏണിയാണ്. അപ്പോൾ താഴേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 2ാമത്തെ ഗുഹയിലെത്തി. ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ നമുക്ക് കാണാം. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഡിസംബർ മാസത്തിൽ വന്നതുകൊണ്ടാണ്, വെക്കേഷൻ ടൈമിൽ വന്നതുകൊണ്ടാണ് ഒരുപാട് തിരക്ക്. ഇതാണ് ഈ കാണുന്ന ലിപികൾ. പണ്ട് കാലത്തെ മൃഗത്തിൻ്റെയും അതുപോലെ കല്ലുകൊണ്ടൊക്കെ കൊത്തിയുണ്ടാക്കിയ ചിത്രങ്ങളും ലിപികളും ഇതൊക്കെ നമുക്ക് ആദ്യമ മനുഷ്യർ ജീവിച്ചിരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് നമ്മുടെ കേരളത്തിലുള്ള വയനാടുള്ള നമ്മുടെ എടക്കൽ ഗുഹ. അപ്പോൾ നമുക്ക് ഒരുപാട് ചിത്രങ്ങളും ലിപികളൊക്കെ ഇവിടുന്ന് കാണാൻ കഴിയും. സത്യം പറഞ്ഞാൽ നമുക്ക് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല എന്താ എഴുതിക്കുന്നതെന്ന്. ഒരു അക്ഷരം പോലും നമുക്കതൊന്നും മനസ്സിലാവില്ല. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമുക്ക് എടക്കൽ ഗുഹ. ഗുഹയിലെ ചിത്രങ്ങളും ലിപികളെല്ലാം കണ്ടിട്ട് അതെല്ലാം മാഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു ചെറിയൊരു ഡൗട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് അതിൻ്റെ ബ്രൈറ്റ്നെസ് എല്ലാം മങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ നമ്മൾ ആസ് എ കേരളീയ എന്ന നിലയ്ക്ക് ഇതെല്ലാം നഷ്ടമാവുന്നതിന് മുന്നേ ഒരിക്കലെങ്കിലും നമ്മളിതൊന്നും വിസിറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ എടക്കൽ ട്രക്കിംഗ് ഒന്ന് വിസിറ്റ് ചെയ്യുക. നോട്ട് ഓൺലി എടക്കൽ ഗുഹ, ഇറ്റ് ഈസ് എ എടക്കൽ ട്രക്കിംഗ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് കാണുന്ന നല്ല അടിപൊളി മനോഹരമായിട്ടുള്ളൊരു വ്യൂ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.